UDF-ന്റെ പ്രതിനിധി ഇപ്പോൾ പറഞ്ഞു, ആര്യാടൻ ഉയ്തു മറിച്ച മണ്ണാണ് ഈ നിലമ്പൂർ എന്നുള്ളത്. കരുളായിലാണ് ഈ ചർച്ച നടക്കുന്നത്. കരുളായി പ്രദേശത്ത് നിന്ന് ആര്യാടൻ മുഹമ്മദ് ജയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുത്തിരുന്നു UDF-ന്. ആ കരുളായി ഗ്രാമപഞ്ചായത്തിനകത്ത് ഏത് റോഡാണ് ഇപ്പോൾ റോഡ്? ഞാനൊക്കെ ഒരു ഓട്ടോ തൊഴിലാളിയാണ്, ഒരുപാട് ഓട്ടോ തൊഴിലാളികളുണ്ട്. ഈ ആര്യാടൻ്റെ വികസനം കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. ഒരു റോഡ്, ഏതൊരു റോഡാണ് റബ്ബറൈസർ ചെയ്തതെന്നുള്ളത് ഇവിടെ പറയാൻ സന്നദ്ധമുണ്ടെങ്കിൽ ഏത് റോഡാണ്? കരുളായിൽ ഗ്രാമപഞ്ചായത്തിലൂടെ പോണ ഏത് റോഡാണ് ആര്യാടൻ മുഹമ്മദ് റബ്ബറൈസർ എന്ന് പറഞ്ഞാൽ മതി. വികസനം ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതിനുശേഷമുള്ള കാലത്ത് കരുളായിയുടെ വികസനവുമായി ബന്ധപ്പെട്ട അഭിപ്രായം ഉണ്ടോ? അതിനുശേഷം 9 ഈ റബ്ബറൈസർ എന്ന് പറയുന്നത് നാട്ടുകാരല്ല. റബ്ബറൈസർ എന്ന് പറയുന്നത് 9 കൊല്ലം കൊണ്ട് കണ്ടുപിടിച്ചതല്ല. 9 കൊല്ലം കൊണ്ട് ഈ കരുളായി ഗ്രാമപഞ്ചായത്തിനകത്ത് ബന്ധിപ്പിക്കുന്ന എടക്കരക്കായാലും മൂത്തോടത്തേക്കായാലും നിലമ്പൂർക്കായാലും ഏതൊരു യാത്രക്കാരന് പോകാനും റോഡിന്റെ വികസനം കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്, ആര്യാടനല്ല. അത് ഈ നാട്ടിലെ ആളുകൾക്ക് അറിയാം. ആശുപത്രി ആവട്ടെ, കരുളായി ആശുപത്രി ഒരു നാടിന് റോഡ് മാത്രം മതി അല്ല, ആശുപത്രി വേണം. കരുളായി ഗവൺമെന്റ് ആശുപത്രി ആര്യാടനുള്ള സമയത്ത് പട്ടി വെറ്റിയെടുക്കായിരുന്നു. ഇന്ന് കാല് കൈകാതെ ആശുപത്രി വികസനമാണ് ചോദിക്കുന്നത്. നിങ്ങൾ വികസനം ചോദിക്കുമ്പോഴും കളവേ പറയുള്ളൂ, മറ്റു കാര്യങ്ങളും കളവേ പറയുള്ളൂ. ഞങ്ങൾ വികസനം ചോദിച്ച് നിങ്ങളെ നേരിടാൻ തയ്യാറാണ്. വികസനം മാത്രം. കരുളായി പാലം ആരുണ്ടാക്കിയതാ? കരുളായി പാലങ്കര പാലം PJ ജോസഫ് ഇടതുപക്ഷത്തിന്റെ മന്ത്രിയായി 35 വർഷത്തിനിടയ്ക്ക് ഈ നിലമ്പൂര് കണ്ട മുഴുവൻ വികസനവും ആര്യാടന്റെ മാത്രം സംഭാവനയാണ്. 9 വർഷത്തിനിടയ്ക്ക് അവര് പറഞ്ഞത് ബഹളമല്ല, അവര് പറഞ്ഞത് താങ്കളുടെ വാദത്തോടുള്ള വിയോജിപ്പ്. ഉച്ചത്തിൽ ഞാൻ പറയുന്നു, 34 വർഷത്തിനിടയ്ക്ക് ആര്യാടൻ കൊണ്ടുവരാത്ത ഒരു വികസന പ്രവർത്തനവും ഈ നിലമ്പൂരിലില്ല. അത് ഈ ജനങ്ങൾക്കറിയാം. തെരഞ്ഞെടുപ്പിൽ അത് കാണും. ജനകീയമായ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നതും വികസനങ്ങൾ കൊണ്ടുവന്നതും സായിപ്പിന്റെ കാലം തൊട്ടുള്ള വികസനം ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ കാലോ AK ആന്റണിയുടെ കാലോ കണ്ണോത്ത് കരുണാകരന്റെ കാലോ ഒക്കെ പറ. സായിപ്പിന്റെ കാലത്തെ മുഴുവൻ കോൺഗ്രസ് കൊണ്ടുവന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളല്ല കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ സായിപ്പിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ ആര്യാടന്റെ കൊണ്ടുവന്നു. ആര്യാടന്റെ അക്കൗണ്ടിൽ പെടുത്തിയപ്പോൾ അവര് പറഞ്ഞു ആര്യാടന്റെതല്ല, സായിപ്പിന്റെ കാലത്ത്. ഇതാണ് വന്ന സംഭവം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ദേശീയപാത ഒരിക്കലും കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ് പരിപാടി ഉപേക്ഷിച്ചു. ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ തിരിച്ചുപോയി. ആ തിരിച്ചുപോയ ഉദ്യോഗസ്ഥന്മാരെ ഡൽഹിയിൽ തിരിച്ചു കൊണ്ടുവന്ന് 5580 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് കൊടുത്ത് ഭൂമി ഏറ്റെടുത്ത് ആ ദേശീയപാതയുടെ പണി യുദ്ധകാല അടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു കേരളത്തിൽ. നസ്രുള്ളക്ക് അറിയാമോ? നമുക്കറിയാം, ഇവിടെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ജല മെട്രോ, AA ക്യാമറ, ഫോൺ, അതുപോലെ തന്നെ സ്കൂളുകൾ ഹൈടെക്കായി, 50,000 ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറി. എല്ലാ ആശുപത്രികളും അത്യാധുനിക സൗകര്യം. തൊട്ടടുത്തല്ലേ തിരൂര് കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തൊരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, 7 നിലയുള്ള എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുള്ള. അതുപോലെ മാനവ വിഭവ സൂചിക, സുസ്ഥിര വികസന സൂചികയിൽ 1ാമതെത്തിയ സംസ്ഥാനം. അതുപോലെ അതിദാരിദ്ര്യ സർവേ നടത്തി 60,000 പേരെ കണ്ടെത്തി അവരെ മുഴുവൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന സംസ്ഥാനം. ഇതിനിടയിൽ കേന്ദ്രം നയാ പൈസ തന്നില്ലെങ്കിലും എല്ലാ മേഖലയിലും കുതിച്ചു മുന്നേറുന്ന ഈ കേരളം. ഈ വിഷയം ഏതെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. കാരണം നിങ്ങൾ തയ്യാറാകില്ല. വാക്ക് കൃത്യമായി പറയും, ആ വാക്ക് പ്രവൃത്തിയിൽ കാണിക്കും. അത് പ്രോഗ്രസ് റിപ്പോർട്ടായി ജനങ്ങൾക്ക് കൊടുക്കും. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുമ്പേ ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുത്തു. എന്താ ജനങ്ങൾക്ക്? 900 കാര്യങ്ങളാണ് 2021 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ പ്രകടന പത്രികയിലൂടെ അവതരിപ്പിച്ചത്. അതിൽ 750 കാര്യങ്ങൾ പൂർത്തീകരിച്ചു. ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യട്ടെ. എന്താണ് LDF പറഞ്ഞത്? എന്താണ് LDF ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒറ്റ കാര്യം, 9 വർഷം മുമ്പല്ല, 2 വർഷം മുമ്പ് വ്യവസായ സംരംഭകരെ ആകർഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ 28ാം സ്ഥാനത്തായിരുന്നു, രാജ്യത്ത് ഏറ്റവും പുറകിൽ. ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഒന്നാമത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഏറ്റവും പിറകിലായിരുന്നു. ഇന്ന് ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 15 സർവകലാശാല എടുത്താൽ അതിൽ 4 എണ്ണം ഈ കൊച്ചു കേരളത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 100 കോളേജ് എടുത്താൽ ഭൂരിഭാഗം കോളേജ് ഈ കൊച്ചു കേരളത്തിലാണ്. ഈ ലോകത്ത് തന്നെ രാജ്യങ്ങൾ എടുത്താൽ 64 രാജ്യങ്ങളിലെ കുട്ടികളാണ് ഈ MG യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ബിസിനസ്സിലും എല്ലാം കുതിച്ചു മുന്നേറി വിജ്ഞാന സമൂഹമായി ഈ കേരളം കുതിച്ചു മുന്നേറുക.